ക്ഷേമ പെൻഷൻ വിഷുവിന് ലഭിച്ചവർക്ക് വീണ്ടും സഹായം നൽകാൻ സർക്കാർ കുടിശ്ശിക വിതരണം ഈ മാസം മുതൽ ആരംഭിക്കുന്നു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 55 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾക്കും വിഷുവിനോടനുബന്ധിച്ച് സർക്കാർ വിതരണം പ്രഖ്യാപിച്ച ഏപ്രിൽ മാസത്തിലെ ആദ്യഘട്ട പെൻഷൻ വിതരണമാണിപ്പോൾ പുരോഗമിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടാതെ കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSIP പെൻഷൻ ഗുണഭോക്താക്കൾക്കും 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതവും എത്തിച്ചേരും. ഇതിനായി 24.3 കോടി രൂപ കൂടി അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ് വ്യക്തമാക്കി. ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി 2000 കോടി രൂപയുടെ വായ്പാ ലേലം കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇകുബർ പോർട്ടൽ വഴി നടന്ന സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 26.6 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും. 1600 രൂപ വീതമുള്ള ആദ്യഘട്ട വിതരണം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും രണ്ടാം ഘട്ട തുക വിതരണം ആരംഭിക്കുക. കുടിശ്ശിക ഇനത്തിലെ ഒരു ഗഡുവാണ് ഇനി എല്ലാവർക്കും എത്താൻ പോകുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഈ ആഴ്ചയോടെ തന്നെ ആദ്യഘട്ട വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ നടപടി. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.